മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നീണ്ട ദിവസങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും പരിത്യാഗത്തിനുമൊക്കെ ശേഷം നാം വിശുദ്ധ വാരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. പെസഹ വ്യാഴം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വലിയ 3 സമ്മാനങ്ങൾ ഈശോ നമുക്കായി പകർന്നു നൽകിയതിൻ്റെ വലിയ സന്ദേശം. ഒന്നാമതായി, ഈശോ തന്നെ മുറിച്ച് നമുക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യും, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുദിനം വിശുദ്ധ കുർബാന വഴിയായിട്ട് ഈശോ നമ്മോടൊത്ത് ഇന്ന് വസിക്കുകയാണ്. നമ്മളുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈശോയെ കാണുവാനായിട്ട്, ഈശോയുടെ അടുത്തിരിക്കുവാനായിട്ട്, ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. നമ്മ ഏത് പള്ളിയിൽ പ്രവേശിച്ചാലും ഈശോ നമുക്ക് സമീപസ്ഥനാണ്. വിശുദ്ധ കുർബാനയുടെ ഒരപ്പത്തിന്റെ രൂപത്തിൽ നമ്മോടൊപ്പം എന്നും ഈശോ ഉണ്ട്. രണ്ടാമതായി, നമ്മോടൊത്ത് വസിക്കുവാനായിട്ട് അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചു. നമുക്ക് മധ്യസ്ഥരായി പുരോഹിതരെ ഈശോ നൽകി. അവിടുത്തെ ശരീരവും രക്തവും എടുത്തു കൈകളിലേന്തി വാഴ്ത്തി വിഭജിച്ച് നമുക്ക് നൽകുവാനായിട്ട് പുരോഹിതരെ നൽകി. കാലഘട്ടത്തിൽ നമുക്ക് ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നല്ല പുരോഹിതരുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട്, ഈശോ നമ്മെ സ്നേഹിച്ചതിന്റെ വലിയൊരു സമ്മാനമാണ് അന്ത്യത്താഴവേളയിൽ അവിടുന്ന് മുട്ടുകുത്തി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ, അവർ ആയിരിക്കുന്ന മേഖലയിൽ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് അവരെ സ്നേഹിക്കുകയാണ്. തന്നെ ശൂന്യനാക്കി നമ്മോടൊപ്പം ഈശോ വസിക്കുവാനായിട്ട് തയ്യാറായി. പ്രിയമുള്ളവരെ, ഈ പെസഹ വ്യാഴം നാം ആചരിക്കുമ്പോൾ നമ്മെ തന്നെ സ്വയം ശൂന്യനാക്കുവാനും, ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പിടിവലിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ സ്വയം ശൂന്യരാക്കിക്കൊണ്ട് ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക്, അതുപോലെ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ സമയം അല്പമൊക്കെ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയോടൊപ്പം ചെലവഴിക്കുവാനുമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.